ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവിൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തു. ആ ഡെഫിനിഷൻ ഉപയോഗിച്ച് ചില ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുന്ന ഡെഫിനിഷൻ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് ഡിഫറൻഷിയേഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ചില ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് സൈൻ എക്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ആ ഡെഫിനിഷൻ നമുക്ക് ഓർമ്മയുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്, എഫ് എക്സിന് വരെ സൈൻ എക്സ് ആയി. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്നുള്ളത് സൈൻ എക്സ് പ്ലസ് എച്ച് എന്നാവും. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ബൈ എച്ച്. ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള ലിമിറ്റ് കാണാൻ പറ്റില്ല, കാരണം എച്ച് ടെൻസ് ടു 0 എന്ന് ഡയറക്റ്റായിട്ട് കൊടുത്താൽ മുകളിലും താഴെയും 0 തന്നെ വരും, 0/0 വരും, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ മാർഗം? സിംപ്ലിഫിക്കേഷൻ നടത്തണം. ട്രിഗണോമെട്രിക് ഫോമുലകളുടെ സഹായത്തോടുകൂടി സിംപ്ലിഫൈ ചെയ്യണം. അതിന് ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്ന ഫോമുല സൈൻ എക്സ് മൈനസ് സൈൻ വൈ, നമ്മൾ ട്രിഗണോമെട്രി പഠിച്ച ഫോമുലയാണ്. സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഈസ് ഈക്വൽ ടു 2 cos x plus y by 2 sin x minus y by 2. ആ ഫോമുല ഉപയോഗിക്കുക. സൈൻ എക്സ് മൈനസ് സൈൻ വൈ 2 cos x plus y by 2 sin x minus y by 2. അപ്പോൾ 2 cos x plus y by 2 എന്ന് പറയുമ്പോൾ x plus h plus x by 2 into sin x minus y by 2, that is x plus h minus x by 2 divided by h. ഇവിടെ x ആഡ് ചെയ്യുമ്പോൾ 2x ആവും. അപ്പോൾ 2 cos 2x plus h by 2 എന്നാവും. ഇവിടെ x മൈനസ് x ക്യാൻസൽ ആവും, sin h by 2 എന്നാവും. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 2 cos 2x plus h by 2 into sin h by 2 by h. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നൊരു ഫോമുല ഉണ്ട്. അതായത് ലിമിറ്റ്, ഈ മൂന്നാമത് കാണുന്ന ഫോമുല, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ശ്രദ്ധിക്കുക, സൈൻ എക്സ് ബൈ എക്സ്, സൈൻ ഓഫ് ഒരു ആംഗിൾ ബൈ അതേ ആംഗിൾ. ഇപ്പോൾ സൈൻ 2x ആണെങ്കിൽ ബൈ 2x എന്ന് വരണം. സൈൻ എക്സ് ബൈ 2 ആണെങ്കിൽ ബൈ എക്സ് ബൈ 2 എന്ന് വരണം. അങ്ങനെ വന്നാൽ അതിൻ്റെ ലിമിറ്റ് 1 ആവും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇപ്പോൾ സൈൻ എക്സ് ബൈ 2 ബൈ എക്സ് ബൈ 2 എന്ന് വന്നാൽ ലിമിറ്റ് 1 ആവും. അപ്പോൾ ആ ഒരു ഫോമുലയാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതിന് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 cos 2x plus h by 2 into sin h by 2 by h എന്ന. ഞാൻ ഇതിനെ ഇങ്ങനെ മാറ്റുകയാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 cos 2x plus h by 2 into ഇങ്ങനെ എഴുതുന്നു sin h by 2 by h. ഇങ്ങനെ എഴുതാമല്ലോ. ഇപ്പോൾ a ഇൻറ്റു ബി ബൈ സി, ഇങ്ങനെ വന്നാൽ a ഇൻറ്റു ബി ബൈ സി എന്ന് എഴുതാം. അപ്പോൾ ഈ 2 cos 2x plus h by 2 ഇൻറ്റു sin h by 2 by h എന്നതിനെ മാറ്റി എഴുതാം. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ sin h by 2 ഉള്ളത് കൊണ്ട് by h by 2 എന്ന എക്സ്പ്രഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലിമിറ്റ് 1 എന്നാക്കാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതിയത്. ഇവിടെ നോക്കുക, ഇപ്പോൾ സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് എന്നാണ്. പക്ഷേ ലിമിറ്റ് 1 എഴുതണമെങ്കിൽ ബൈ എച്ച് ബൈ 2 എന്ന് വന്നാലേ ലിമിറ്റ് 1 എഴുതാൻ പറ്റും. അപ്പോൾ അത് വരാൻ വേണ്ടി ഞാനിവിടെ ഒരു 2 ഡിവൈഡ് ചെയ്യുന്നു. 2 ഡിവൈഡ് ചെയ്താൽ വാല്യൂ മാറും. മാറാതിരിക്കാൻ വേണ്ടി ആ 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം അതുപോലെ തന്നെ എഴുതും. 2 cos 2x plus h by 2 into sin h by 2. ഇവിടെ h by 2 എന്ന് എഴുതും. അപ്പോൾ വാല്യൂ മാറും. മാറാതിരിക്കാൻ വേണ്ടി ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആക്കുന്നു. 2 cos 2x plus h by 2 into sin h by 2 by 2 into h by 2 എന്നാക്കി. ഇങ്ങനെ ആക്കിൻ്റെ ഉദ്ദേശം പറഞ്ഞു, sin h by 2 by h by 2 എന്ന ഫോം കൊണ്ടുവരാനാണ്. ഇനി ഇവിടെ ഈ 2 into h by 2 ആദ്യത്തെ 2ഉം ഈ 2 cos 2x plus h by 2 2, ആ രണ്ട് 2 തമ്മിൽ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്താൽ ഇങ്ങനെ ആവും. ലിമിറ്റ് h ടെൻസ് ടു 0 ഈ 2ഉം ആ 2ഉം ക്യാൻസൽ ചെയ്തു. then cos 2x plus h by 2 into sin h by 2 by h by 2 എന്ന് മാറി. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഇവിടെ ബൈ എച്ച് ഉണ്ടായിരുന്നുള്ളൂ. ആ h by 2 കൊണ്ടുവരാൻ വേണ്ടി ബൈ 2 into 2 എഴുതി. എന്നിട്ട് ഈ രണ്ട് 2 ആണ് ക്യാൻസൽ ചെയ്യേണ്ടത്. ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് വെക്കരുത്.
ഈ 2 ഇൻറ്റു എച്ച് ബൈ ടു 2 ഇൻറ്റു തമ്മിൽ ക്യാൻസൽ ചെയ്താൽ വീണ്ടും പഴയതാവുക ചെയ്യുക. അതല്ല ഉദ്ദേശം. നമുക്ക് സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു എന്ന ഫോം കൊണ്ടുവരാനായിട്ടാണ് ചെയ്തത്. കാരണം അങ്ങനെ വന്നാൽ ലിമിറ്റ് 1 എഴുതാൻ പറ്റും. അതിന് വേണ്ടി ഇനി ലിമിറ്റിനകത്ത് രണ്ട് ഫംഗ്ഷൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വന്നാൽ, അതായത് ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ജി എക്സ് എന്ന് വന്നാൽ ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് ഓഫ് ജി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ജി എക്സ് ഫോം കാണുന്നുണ്ട്. അപ്പം ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് ഓഫ് ജി എക്സ്, അതായത് രണ്ട് ഫംഗ്ഷൻ പ്രോഡക്റ്റ് വന്നാൽ അതിന് ലിമിറ്റ് എടുക്കണമെങ്കിൽ ഓരോന്നിൻ്റെയും ലിമിറ്റ് എടുത്തിട്ട് പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാവും ഇത്? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2. ഇപ്പോൾ നോക്കൂ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 അത് നമ്മൾ പഠിച്ച ഫോമുലയാണ്, ട്രിഗണോമെട്രിക് ലിമിറ്റിൽ പഠിച്ചതാണ്. ആ ലിമിറ്റിൻ്റെ വാല്യൂ 1 ആണ്. ഇനി ഈ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് 2x പ്ലസ് എച്ച് ബൈ 2 അതെങ്ങനെ കാണും? എച്ച് ടെൻസ് ടു 0, എച്ചിന് 0 എന്ന് ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതി. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ 2x പ്ലസ് 0 എന്നാവും. കോസ് 2x പ്ലസ് 0 ബൈ 2 ഇൻറ്റു ഈ രണ്ടാമത്തെ ലിമിറ്റിൻ്റെ വാല്യൂ 1 ആണ്. 2x പ്ലസ് 0 2x ആണ്, 2x ബൈ 2 എന്ന് വരും. അപ്പോൾ 2 ക്യാൻസൽ ചെയ്തിട്ട് കോസ് എക്സ് എന്ന് വരും. കോസ് എക്സ് ഇൻറ്റു 1 എന്ന് വരും, ഈക്വൽ ടു കോസ് എക്സ്. അങ്ങനെ നമുക്ക് കിട്ടി ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് കിട്ടി. ഇതേപോലെ നമുക്ക് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് കോസ് എക്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇതേപോലെ തന്നെയാണ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് എക്സ് ബൈ എച്ച്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ് ബൈ എച്ച്. അവിടെ കോസ് എക്സ് മൈനസ് കോസ് വൈയുടെ ഫോമുല കോസ് എക്സ് മൈനസ് കോസ് വൈ എന്ന് പറയുന്നത് -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഇതൊക്കെ ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ച ഫോമുലകളാണ്. -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 അത് ഉപയോഗിക്കുക. കോസ് എക്സ് മൈനസ് കോസ് വൈ, എക്സിന് പകരം എക്സ് പ്ലസ് എച്ചും വൈക്ക് ഒരു എക്സും ആണ്. അപ്പോൾ -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ദാറ്റ് ഈസ് എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ 2 ബൈ എച്ച്. ഇവിടെ ഈ എക്സ് ആഡ് ചെയ്യുമ്പോൾ 2x ആവും. ഇവിടെ എക്സും മൈനസ് എക്സും ക്യാൻസൽ ആവും. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 -2 സൈൻ എക്സ് പ്ലസ് എക്സ്, അപ്പോൾ 2x പ്ലസ് എച്ച് ബൈ 2 എന്നാവും. ഇവിടെ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സിലെ എക്സ് മൈനസ് എക്സ് പോയിട്ട് സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് എന്നാവും. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെ എങ്ങനെ മാറ്റാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 -2 സൈൻ 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് അങ്ങനെ മാറ്റുക. -2 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച്. ഈ പ്രോബ്ലത്തിലെല്ലാം നമ്മൾ ചെയ്യുന്നത് സൈൻ എച്ച് ബൈ എച്ച് അല്ലെങ്കിൽ സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 ആ ഫോം കൊണ്ടുവരും. കാരണം ആ ഫോം കൊണ്ടുവന്നാൽ ട്രിഗണോമെട്രിക് ലിമിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ലിമിറ്റ് 1 ആണെന്ന്. അതിനാണ് ഇവിടെ എല്ലാം ശ്രമിക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. എന്ത് ചെയ്യുന്നു? സൈൻ എച്ച് ബൈ 2 ആണ്. എച്ച് ബൈ 2 ആക്കാൻ ഇവിടെ ഒരു ബൈ 2ഉം അവിടെ ഒരു ഇൻറ്റു 2ഉം എഴുതിയുണ്ടോ? സൈൻ എച്ച് ബൈ 2 ബൈ 2 ഇൻറ്റു എച്ച് ബൈ 2 എന്ന് എഴുതി. എന്നിട്ട് 2 ഇൻറ്റു എച്ച് ബൈ 2ൽ ആ 2ഉം ഇവിടുത്തെ -2 സൈൻ 2x പ്ലസ് എച്ച് ബൈ 2ൽ 2ഉമായിട്ട് ക്യാൻസൽ ആവുന്നു. ദെൻ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് സൈൻ 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2. ബാക്കി നമ്മൾ നേരത്തെ ചെയ്തതുപോലെയാണ്. ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ജി എക്സ് വന്നാൽ ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് ഓഫ് ജി എക്സ്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് സൈൻ 2x പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2. ഈ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 എന്ന് പറയുന്നത് 1 ആണ്. ആദ്യത്തെ ലിമിറ്റിൽ കാണാനായിട്ട് എച്ച് ടെൻസ് ടു 0 ആണ്. എച്ചിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ വരും? മൈനസ് സൈൻ 2x പ്ലസ് 0 ബൈ 2 ഇൻറ്റു ഈ രണ്ടാമത്തെ ലിമിറ്റിൻ്റെ വാല്യൂ 1 ആണ്. 2x പ്ലസ് 0 2x ബൈ 2 ആകുമ്പോൾ 2 ഇൻറ്റു ക്യാൻസൽ ചെയ്ത് മൈനസ് സൈൻ എക്സ് വരും. മൈനസ് സൈൻ എക്സ് ഇൻറ്റു 1 ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അങ്ങനെ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ എക്സ്. അപ്പം നമുക്ക് രണ്ട് ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ് കിട്ടി. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സും കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സും. അടുത്തത് ഡിഫറൻഷിയേറ്റ് ടാൻ എക്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇതേപോലെ തുടങ്ങാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് എക്സ് ബൈ എച്ച്. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ടാൻ എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ എക്സ് ബൈ എച്ച്. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പോൾ ടാൻ എക്സ് പ്ലസ് എച്ചിന് നമുക്ക് സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെയാവും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്.
ഈ ന്യൂമറേറ്റർ നോക്കുക, രണ്ട് ഫ്രാക്ഷനുകൾ തമ്മിൽ മൈനസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ നമുക്കറിയാം. ഇപ്പോൾ എ ബൈ ബി പ്ലസ് സി ബൈ ഡി എന്ന് വന്നാൽ എങ്ങനെ നമ്മൾ ആഡ് ചെയ്യുക? ഡിനോമിനേറ്ററിൻ്റെ LCM ബി ഡി എന്ന് എഴുതും. ന്യൂമറേറ്ററിൽ ക്രോസിന് എ ഡി പ്ലസ് ബി സി അങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ഡിനോമിനേറ്ററിലുള്ള എച്ച് അതേപോലെ എഴുതാം. ഈ സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്, അത് സിംപ്ലിഫൈ ചെയ്യാൻ ഡിനോമിനേറ്റേഴ്സ് കോസ് എക്സ് പ്ലസ് എച്ചും കോസ് എക്സുമാണ്. അപ്പോൾ അവിടെ ഡിനോമിനേറ്ററിൽ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതി. ന്യൂമറേറ്ററിൽ ഇങ്ങനെ ക്രോസിനെടുത്ത് എന്ത് കിട്ടും? സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് ഇവിടുന്ന് അങ്ങോട്ട് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ്. അപ്പോൾ എന്തായി നോക്കിയാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് എച്ച് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഇതാണ് ന്യൂമറേറ്ററിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയത്. ദെൻ ദ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സൈഡിൽ കാണിച്ചിരിക്കും. നമ്മൾ ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാനൊക്കെ നമുക്കറിയാം. അപ്പോൾ എ ബൈ ബി ഡിവൈഡഡ് ബൈ സി എന്ന് വന്നാൽ എന്ത് ചെയ്യും? എ ബൈ ബി ബൈ സി എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1 ബൈ സി എന്നാണ്. അപ്പോൾ എ ബൈ ബി ഇൻറ്റു 1 ബൈ സി എന്ന് വരും. എ ഇൻറ്റു 1 എ ആണ്, എ ബൈ ബി സി എന്ന് വരും. അതായത് എ ബൈ ബി ബൈ സി എന്ന് വന്നാൽ ഈ സി ഡിനോമിനേറ്ററിലാണ് വരിക, എ ബൈ ബി സി എന്നാവും. അപ്പോൾ അതേ ഫോമിലാണ് ഇത് കാണുന്നത് അല്ലേ? ഒരു ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ എച്ച്, ആ എച്ച് അപ്പോൾ ഡിനോമിനേറ്ററിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയാവും ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് എച്ച് സൈൻ എക്സ് ബൈ എച്ച് താഴെ വന്നു എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്ന് വന്നു. ഈ ന്യൂമറേറ്റർ ഒന്ന് ശ്രദ്ധിക്കുക, സൈൻ എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് എച്ച് സൈൻ എക്സ്. നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചൊരു ഫോർമുലയോട് സാമ്യം തോന്നുന്നുണ്ട്. അതായത് സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. അത് ട്രിഗണോമെട്രിയിൽ ഒരു ഫോർമുലയാണത്. സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഇറ്റ് ഈസ് സൈൻ എക്സ് മൈനസ് വൈ. സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ എക്സ് മൈനസ് വൈ, അതുമായിട്ട് ഈ ഫോമിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ആ ഫോമിലയാണ്. എക്സ് എന്നുള്ളതിന് പകരം എക്സ് പ്ലസ് എച്ചും വൈക്ക് പകരം എക്സും വന്നു എന്നേ ഉള്ളൂ. സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ആ ഫോമുല സൈൻ എക്സ് മൈനസ് വൈ എന്നാണ്. അപ്പോൾ സൈൻ എക്സ് മൈനസ് വൈ മീൻസ് സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് എന്നാവും. ഡിനോമിനേറ്റർ യാതൊരു മാറ്റമില്ല, അതുപോലെ എഴുതുക. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എങ്ങനെയാവും? സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ താഴെ എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഇവിടെ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ്, എക്സ് മൈനസ് എക്സ് ക്യാൻസലായി പോകുന്നു. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ലിമിറ്റ് സൈൻ എക്സ് ബൈ എക്സ് എന്ന് വന്നാൽ ലിമിറ്റ് 1 എഴുതാം. ഇപ്പോൾ സൈൻ എച്ച് ബൈ എച്ച് എന്ന് വന്നാൽ ലിമിറ്റ് 1 എഴുതാം. അതുകൊണ്ട് ഈ എക്സ്പ്രഷനെ, ഈ സൈൻ എച്ച് ബൈ എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് എന്ന എക്സ്പ്രഷനെ നമ്മൾ ഇങ്ങനെ മാറ്റുന്നു. സൈൻ എച്ച് ബൈ എച്ച് ഇൻറ്റു 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് കോസ് എക്സ്. ഇങ്ങനെ മാറ്റി, ഈ രീതിയിലേക്ക് മാറ്റി. മാറ്റാൻ ഉദ്ദേശം ഈ സൈൻ എച്ച് ബൈ എച്ച് വന്നാൽ ലിമിറ്റ് 1 എഴുതാൻ വേണ്ടി ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളുടെ എല്ലായിടത്തും നമ്മൾ ഈ ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്യുക. സൈൻ എച്ച് ബൈ എച്ച് അല്ലെങ്കിൽ സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2 ആ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കും. കാരണം അങ്ങനെ കൊണ്ടുവന്നാൽ ലിമിറ്റ് 1 എഴുതാം. അപ്പോൾ ഇതിനിങ്ങനെ മാറ്റി സൈൻ എച്ച് ബൈ എച്ച് ഇൻറ്റു 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് കോസ് എക്സ്. ഇനിയിപ്പോൾ നോക്കൂ, ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ജി എക്സ്. ഇറ്റ് ഈസ് ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് ഓഫ് ജി എക്സ്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഇതിൽ ആദ്യത്തെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച്, അത് ലിമിറ്റിൽ ട്രിഗണോമെട്രിക് ലിമിറ്റിൻ്റെ ഫോമുലയാണ്, അത് 1 എന്ന് എഴുതാം. ഇൻറ്റു രണ്ടാമത്തെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ആണ്, എച്ചിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 1 ബൈ കോസ് എക്സ് പ്ലസ് 0 ഇൻറ്റു കോസ് എക്സ്. എക്സ് പ്ലസ് 0 എക്സ് തന്നെയാണ്. അപ്പോൾ കോസ് എക്സ് വരും, കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് വരും, അത് കോസ് സ്ക്വയർ എക്സ് ആവും. അപ്പോൾ 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വരും. 1 ബൈ കോസ് സീക്കാണ്. അപ്പോൾ 1 ബൈ കോസ് സ്ക്വയർ സീക്ക് സ്ക്വയർ ആണ്. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് കിട്ടി ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ എക്സ്. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് കോട്ട് എക്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. d by dx of fx is equal to limit h tends to 0 f of x plus h minus fx by h. അപ്പോൾ d by dx of cot x, limit h tends to 0 cot x plus h minus cot x by h. cot x means cos x by sin x. അപ്പോൾ ഇത് limit h tends to 0
cos x plus h by sin x plus h minus cos x by sin x divided by h. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ ഈ രണ്ട് ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM sin x plus h into sin x. മുകളിൽ എന്താ വരിക? ഇങ്ങനെ ക്രോസ് cos x plus h sin x അല്ലെങ്കിൽ sin x into cos x plus h മൈനസ് ഇവിടെ ഇങ്ങനെ cos x into sin x plus h അങ്ങനെയായി ബൈ sin x plus h into sin x ദ ഹോൾ ഡിവൈഡഡ് ബൈ h എന്നായി. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, ഈ ഹോൾ ഡിവൈഡ് ബൈ h വന്നാൽ ആ h ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 sin x into cos x plus h minus cos x into sin x plus h by h into sin x plus h into sin x. ഇത് sin x നേരത്തെ കണ്ട ഫോർമുലയാണ്. sin x cos y മൈനസ് cos x sin y നമ്മൾ നേരത്തെ കണ്ട ഫോർമുലയാണ്. sin x minus y, sin x cos y minus cos x sin y, sin x minus y, that is sin x minus of x plus h. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 sin x minus of x plus h ബൈ ഡിനോമിനേറ്റർ യാതൊരു ചേഞ്ചും അതേപോലെ എഴുതിയുണ്ടോ. ലിമിറ്റ് h sin x minus of x plus h ബൈ h ഇൻറ്റു sin x plus h ഇൻറ്റു sin x. ഇവിടെ ലിമിറ്റ് h ടെൻസ് ടു 0 sin ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ x മൈനസ് h ഇതാവും ബൈ h ഇൻറ്റു sin x plus h ഇൻറ്റു sin x. ഇവിടെ ലിമിറ്റ് h ടെൻസ് ടു 0 എക്സും മൈനസ് എക്സും ക്യാൻസൽ ആവുന്നു. ലിമിറ്റ് h ടെൻസ് ടു 0 sin മൈനസ് h ബൈ h ഇൻറ്റു sin x plus h ഇൻറ്റു sin x. സൈൻ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പം സൈൻ മൈനസ് എച്ച് എന്ന് പറയുന്നത് മൈനസ് സൈൻ എച്ച് ആണ്. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് സൈൻ എച്ച് ബൈ h ഇൻറ്റു സൈൻ എക്സ് പ്ലസ് h ഇൻറ്റു സൈൻ എച്ച്. നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തതുപോലെ തന്നെയാണ്. സൈൻ എച്ച് ബൈ h വന്നാൽ ലിമിറ്റ് 1 എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ ഇങ്ങനെ മാറ്റുകയാണ്. ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ h ഇൻറ്റു സൈൻ എച്ച് ബൈ h മാറ്റിയാൽ പിന്നെ എന്താ ഉള്ളത്? ഇൻറ്റു മൈനസ് ഉണ്ട്. അപ്പം മൈനസ് 1 ബൈ സൈൻ എക്സ് പ്ലസ് h ഇൻറ്റു സൈൻ എക്സ്. ഈ രീതിയിലേക്ക് മാറ്റിയ ഉദ്ദേശം അറിയാം. സൈൻ എച്ച് ബൈ h വന്നാൽ ലിമിറ്റ് h ടെൻസ് ടു 0 ആണെങ്കിൽ ആ ലിമിറ്റ് 1 ആവും. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അതിനെ മാറ്റിയത്. സൈൻ എച്ച് ബൈ h ഇൻറ്റു മൈനസ് 1 ബൈ സൈൻ എക്സ് പ്ലസ് h സൈൻ എക്സ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്. ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ജി എക്സ്. ഇറ്റ് ഈസ് ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് ഓഫ് ജി എക്സ്. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ h ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് 1 ബൈ സൈൻ എക്സ് പ്ലസ് h ഇൻറ്റു സൈൻ എക്സ്. ഇതിൽ ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ h 1 ആണ്. ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 മൈനസ് 1 ബൈ സൈൻ എക്സ് പ്ലസ് h ഇൻറ്റു സൈൻ എക്സ്. അവിടെ h ടെൻസ് ടു 0 ആണ്. h 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ മൈനസ് 1 ബൈ സൈൻ എക്സ് പ്ലസ് 0 ഇൻറ്റു സൈൻ എക്സ്. എക്സ് പ്ലസ് 0 ഈസ് എക്സ്. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആവും. സൈൻ സ്ക്വയർ എക്സ് ആവും. അപ്പോൾ മൈനസ് 1 ബൈ സൈൻ സ്ക്വയർ എക്സ്. 1 ബൈ സൈൻ എക്സ് കൊസീക് എക്സ് ആണ്. അപ്പോൾ 1 ബൈ സൈൻ സ്ക്വയർ എക്സ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ മൈനസ് 1 ബൈ സൈൻ സ്ക്വയർ എക്സ്. ഇറ്റ് ഈസ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. അങ്ങനെ ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ടെക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. അതായത് കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് സീക്ക് എക്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇതുപോലെ തന്നെ തുടങ്ങാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് h മൈനസ് എഫ് എക്സ് ബൈ h. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 സീക്ക് എക്സ് പ്ലസ് h മൈനസ് സീക്ക് എക്സ് ബൈ h. സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് എക്സ്. അപ്പോൾ സീക്ക് എക്സ് പ്ലസ് h എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് എക്സ് പ്ലസ് h. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 1 ബൈ കോസ് എക്സ് പ്ലസ് h മൈനസ് 1 ബൈ കോസ് എക്സ് ബൈ h. സിംപ്ലിഫൈ ചെയ്യാം. ന്യൂമറേറ്ററിൽ ഈ രണ്ട് ഫ്രാക്ഷനുകൾ മൈനസ് ചെയ്യണം. ബട്ട് ഡിനോമിനേറ്ററിലുള്ള h അതേപോലെ തന്നെ എഴുതാം. ഇവിടെ 1 ബൈ കോസ് എക്സ് പ്ലസ് h മൈനസ് 1 ബൈ കോസ് എക്സ് ഫ്രാക്ഷൻ മൈനസ് ഒരു ഫ്രാക്ഷനാണ്. അപ്പോൾ നേരത്തെ പോലെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. LCM കോസ് എക്സ് പ്ലസ് h ഇൻറ്റു കോസ് എക്സ്. മുകളിൽ എന്ത് വരും? 1 ഇൻറ്റു കോസ് എക്സ് ദാറ്റ് ഈസ് കോസ് എക്സ് മൈനസ് 1 ഇൻറ്റു കോസ് എക്സ് പ്ലസ് h ഇറ്റ് ഈസ് കോസ് എക്സ് പ്ലസ് h. അപ്പോൾ കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് h ബൈ കോസ് എക്സ് പ്ലസ് h ഇൻറ്റു കോസ് എക്സ് ഡിവൈഡഡ് ബൈ h. ഈ ഡിവൈഡഡ് ബൈ h താഴെ ഡിനോമിനേറ്റർ വരും. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് h ബൈ h ഇൻറ്റു കോസ് എക്സ് പ്ലസ് h ഇൻറ്റു കോസ് എക്സ്. ഇനി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഡിനോമിനേറ്ററിനെ യാതൊരു സിംപ്ലിഫിക്കേഷനും ചെയ്യേണ്ട, അതുപോലെ ഇട്ടേക്കുക. ന്യൂമറേറ്റർ കോസ് എക്സ് മൈനസ് കോസ് വൈ എന്ന ഫോമാണ്. കോസ് എക്സ് മൈനസ് കോസ് വൈ നമുക്കറിയാം മൈനസ് 2 സൈൻ. ഈ ബോക്സിൽ കാണുന്ന ഫോമുല കോസ് എക്സ് മൈനസ് കോസ് വൈ മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. അത് ഉപയോഗിച്ചാൽ മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ദറ്റ് ഈസ് എക്സ് പ്ലസ് h ബൈ 2.
into sin x minus y by 2, that is x minus of x plus h by 2. അപ്പോൾ minus 2 sin x plus y by 2, that is x plus h by 2 into sin x minus y by 2, that is x minus of x plus h by 2 by ഡിനോമിനേറ്റർ ചേഞ്ച് ഒന്നുമില്ല, അങ്ങനെ എഴുതി കണ്ടോ. മൈനസ് 2 sin x plus h by 2 into sin x minus of x plus h by 2 ബൈ ഡിനോമിനേറ്റർ ഒരു ചേഞ്ചും ഇല്ലാതെ അങ്ങനെ തന്നെ എഴുതി. ഇവിടെ ഈ x പ്ലസ് എക്സ് ടു എക്സ് ആവും. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് 0 മൈനസ് 2 sin 2x plus h by 2 into sin, ഇത് ഇവിടെ ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എക്സ് മൈനസ് എച്ച് ബൈ 2 ഇതാവും ബൈ ഡിനോമിനേറ്റർ ഒരു ചേഞ്ചും ഇല്ല, അതുപോലെ എഴുതി. എക്സും മൈനസ് എക്സും ക്യാൻസൽ ആവുന്നു, sin minus h by 2 now. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 minus 2 sin 2x plus h by 2 into sin minus h by 2 by h into cos x plus h into cos x. നമ്മൾ നേരത്തെ ഒരുപാട് തവണ ഉപയോഗിച്ചതാണ്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് വന്നാൽ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ ഓഫ് മൈനസ് എച്ച് ബൈ 2 എന്ന് വന്നാൽ അത് മൈനസ് സൈൻ എച്ച് ബൈ 2 ആണ്. അപ്പോൾ എന്താവും ഇവിടെ ലിമിറ്റ് h ടെൻസ് ടു 0 minus 2 sin 2x plus h by 2 into minus sin h by 2 ബൈ താഴത്തെ h ഇൻറ്റു കോസ് എക്സ് പ്ലസ് h ഇൻറ്റു കോസ് എക്സ്. ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവുന്നു. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 2 sin 2x plus h by 2 ഇൻറ്റു sin h by 2 ബൈ h ഇൻറ്റു കോസ് എക്സ് പ്ലസ് h ഇൻറ്റു കോസ് എക്സ്. നമ്മൾ നേരത്തെ ഇത്തരം പ്രോബ്ലങ്ങളെല്ലാം ഉപയോഗിച്ച ലിമിറ്റ് തന്നെയാണ് വീണ്ടും ഉപയോഗിക്കാൻ പോകുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x ബൈ എക്സ് 1 ആവും. അപ്പോൾ ഇവിടെ sin h by 2 ഉള്ളത് കൊണ്ട് ബൈ h by 2 എന്ന് വന്നാൽ ലിമിറ്റ് 1 ആവും. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതിനെ ഇങ്ങനെ മാറ്റുകയാണ്. ലിമിറ്റ് h ടെൻസ് ടു 0 sin h by 2 by h into ബാക്കിയുള്ളതെല്ലാം കൂടെ എന്താണ് 2 sin 2x plus h by 2 by cos x plus h into cos x. അങ്ങനെ മാറ്റുക. ലിമിറ്റ് h ടെൻസ് ടു 0 sin h by 2 by h into ബാക്കി എക്സ്പ്രഷൻ അതേപോലെ എഴുതി 2 sin 2x plus h by 2 into cos x plus h into cos x. നേരത്തെ ഒക്കെ ചെയ്ത് അതേപോലെ തന്നെയാണ്. sin h by 2 ആണ്, by h by 2 എന്നാക്കാൻ വേണ്ടി ഒരു by 2 എഴുതുന്നു, ഒരു into 2 എഴുതുന്നു. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 sin h by 2 by h by 2 into 2 into ഈ രണ്ടാമത്തെ എക്സ്പ്രഷൻ ചേഞ്ച് ഒന്നുമില്ല, അതുപോലെ എഴുതി. ഇപ്പോൾ h by 2 into 2 അതിൽ ആ 2ഉം ഇവിടുത്തെ 2 sin x 2x plus h by 2 രണ്ട് 2 ക്യാൻസൽ ആവുന്നു. ലിമിറ്റ് h ടെൻസ് ടു 0 sin h by 2 by h by 2 into sin 2x plus h by 2 by cos x plus h into cos x. ഇനി രണ്ടാക്കാം. ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ജി എക്സ്, ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് ഓഫ് ജി എക്സ് എന്ന് രണ്ടാക്കാം. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 sin h by 2 by h by 2 into limit h tends to 0 sin 2x plus h by 2 by cos x plus h into cos x എന്ന് രണ്ടാക്കി. ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ജി എക്സ്, ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് ഓഫ് ജി എക്സ്, ഇതാണ് ചെയ്തത്. ഇതിൽ ആദ്യത്തെ ലിമിറ്റ് 1 ആണ്, ഇൻറ്റു രണ്ടാമത്തെ ലിമിറ്റ് h ടെൻസ് ടു 0 ആണ്, h ന് 0 കൊടുക്കുക. അപ്പോൾ sin 2x plus 0 by 2 by cos x plus 0 into cos x എന്നായി. ഈ 2x plus 0 2x ആണ്, 2x by 2 അപ്പോൾ 2 ക്യാൻസൽ ചെയ്തിട്ട് sin x എന്നാവും. ഇവിടെ എക്സ് പ്ലസ് 0 എക്സ് ആവും. അപ്പോൾ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇതിന് നമുക്ക് ഈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സിനെ കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം, പക്ഷെ അങ്ങനെ എഴുതുന്നില്ല. അതിന് പകരം ഇത് ഇങ്ങനെ മാറ്റുകയാണ്. ഇതിന് ഇങ്ങനെ മാറ്റാം, 1 ബൈ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ 1 ബൈ കോസ് എക്സ് സീക്ക് എക്സ് ആണ്, സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണ്. അപ്പോൾ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്നാവും. അങ്ങനെ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് കിട്ടി, സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് ഇസ് ഈക്വൽ ടു സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അടുത്തത് ഡിഫറൻഷിയേറ്റ് കൊസീക്ക് എക്സ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് എക്സ് ബൈ എച്ച്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് എക്സ്, ഇറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് ടു 0 cosec x plus h minus cosec x by h. Cosec x means 1 by sin x. അപ്പോൾ ലിമിറ്റ് h tends to 0 1 by sin x plus h minus 1 by sin x by h. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ h അതേപോലെ എഴുതാം, ന്യൂമറേറ്ററിൽ ഈ രണ്ട് ഫ്രാക്ഷനുകൾ മൈനസ് ചെയ്യണം. അപ്പോൾ LCM sin x plus h into sin x. മുകളിൽ 1 into sin x, that is sin x, minus 1 into sin x plus h, it is sin x plus h. അപ്പോൾ sin x minus sin x plus h by sin x plus h into sin x divided by h. ആ ഡിവൈഡഡ് ബൈ h ഡിനോമിനേറ്റർ വരും. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 sin x മൈനസ് ഓഫ് sin x plus h by h into sin x plus h into sin x ആയി. ന്യൂമറേറ്ററിനെയാണ് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. sin x മൈനസ് sin y. sin x മൈനസ് sin y ഈസ് 2 cos x plus y by 2 sin x മൈനസ് y by 2. ഇതാണ് ഫോർമുല.
2 cos x plus y by 2 sin x minus y by 2. അപ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് h ടെൻസ് ടു 0 2 cos x plus y by 2 that is x plus h by 2 into sin x minus y by 2 that is x minus of x plus h by 2 divided by denominator ചേഞ്ച് ഒന്നുമില്ല, അതുപോലെ എഴുതി h into sin x plus h into sin x. ഇവിടെ x plus x 2x ആവും. ലിമിറ്റ് h ടെൻസ് ടു 0 2 cos 2x plus h by 2 into sin, ഇവിടെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ x minus h എന്നാവും by 2 by h into sin x plus h into sin x. ഈ എക്സും മൈനസ് എക്സും ക്യാൻസൽ ആവുന്നു. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 2 cos 2x plus h by 2 into sin x മൈനസ് എക്സ് ക്യാൻസൽ ആയാൽ മൈനസ് h by 2 by ഡിനോമിനേറ്ററിന് ഒരു ചേഞ്ചും ഇല്ല, അതുപോലെ എഴുതി h into sin x plus h into sin x. ഈ sin മൈനസ് h by 2 sin മൈനസ് എക്സ് മൈനസ് sin x. അപ്പോൾ sin മൈനസ് h by 2 മൈനസ് sin h by 2 ആണ്. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 2 cos 2x plus h by 2 into minus sin h by 2 by h into sin x plus h into sin h. That is limit h tends to 0. ഇത് മാറ്റാൻ പോകുന്ന നോക്കുക എങ്ങനെയാണെന്ന്. നമുക്ക് sin h by 2 ഉണ്ട്, അപ്പോൾ by h by 2 വേണം. അതിന് ഇങ്ങനെ മാറ്റുകയാണ് sin h by 2 by h into ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. ആ മൈനസ് സൈൻ ഇതിൻ്റെ കൂടെ ചേർക്കാം. മൈനസ് സൈൻ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ചേർക്കാമല്ലോ. നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ആക്കുന്നു. sin h by 2 by h മാറ്റി into then മൈനസ് സൈൻ ഇതിനോട് ചേർക്കുന്നു. അപ്പോൾ മൈനസ് 2 cos 2x plus h by 2 by sin x plus h into sin x എന്ന് മാറി. ഇങ്ങനെ മാറി. sin h by 2 by h ആണ് നേരത്തെ ചെയ്തത്, അതേപോലെ തന്നെയാണ് by 2ഉം into 2ഉം. ഇവിടെ by 2 എഴുതി into 2 എഴുതി. ഈ h by 2 into 2ലെ 2ഉം ഈ 2 cos 2x plus h by 2ലെ 2ഉമായിട്ട് ക്യാൻസൽ ആവുന്നു. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 sin h by 2 ഈ 2 ക്യാൻസൽ ആയിപ്പോയി, then by h by 2 into ഈ 2ഉം ക്യാൻസൽ ആയിപ്പോയി, then minus cos 2x plus h by 2 by sin x plus h into sin x. ലിമിറ്റിനെ രണ്ടാക്കാം, ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ജി എക്സ്, ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് ഓഫ് ജി എക്സ് എന്നാക്കാം. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 sin h by 2 by h by 2 into limit h tends to 0 minus cos 2x plus h by 2 by sin x plus h into sin x. ഇതിൽ ആദ്യത്തെ ലിമിറ്റ് 1 ആണ്. ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സിൽ എല്ലായിടത്തും നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. sin x by x വന്നാൽ ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x എന്ന് വന്നാൽ 1 ആവും. ആ ഫോമുല വെച്ചിട്ടാണ് ഇവിടെ എല്ലാ പ്രോബ്ലങ്ങളും നമ്മൾ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഇത് 1 ആയി. 1 ഇൻറ്റു ഇവിടെ നമ്മൾ h ടെൻസ് ടു 0 ആണ്, hന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ മൈനസ് കോസ് 2x പ്ലസ് 0 by 2 by sin x plus 0 into sin x. ഈ 2x plus 0 2x ആവും, 2x by 2 2 വിട്ടും മൈനസ് കോസ് x ആവും. മൈനസ് കോസ് x by sin x into sin x. ഇങ്ങനെയായി. ഇതിന് sin x into sin xനെ sin സ്ക്വയർ x എന്ന് എഴുതാൻ പറ്റും, പക്ഷെ അങ്ങനെ എഴുതുന്നില്ല. പകരം ഇങ്ങനെ മാറ്റുകയാണ്. മൈനസ് 1 by sin x into cos x by sin x. മൈനസ് 1 ബൈ സൈൻ എക്സ് കൊസീക്ക് എക്സ് ആണ്, കോസ് എക്സ് ബൈ സൈൻ എക്സ് കോട്ടെക്സ് ആണ്. അപ്പം മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് എന്നായി. അങ്ങനെ ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് എക്സ്, അതായത് കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് കിട്ടി മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ്. അങ്ങനെ നമ്മൾ 6 ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറൈവ് ചെയ്തു. അപ്പോൾ ഈ ഡെറിവേഷൻ പഠിക്കണം, കാരണം ഡെറിവേഷൻ ചോദിക്കുന്നുണ്ട്. ഡിഫറൻഷിയേറ്റ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് മിക്കവാറും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ട്രിഗണോമെട്രി ഫംഗ്ഷനുകൾ തന്നെയാണ്. മറ്റുള്ളത് ചോദിച്ചിട്ടുണ്ട്, കൂടുതലും ട്രിഗണോമെട്രി ഫംഗ്ഷനുകളാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡെറിവേഷൻ പഠിക്കണം. ഡെറിവേഷൻ മാത്രം പഠിച്ചാൽ പോരാ, ഈ 6 ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെയും ഡെറിവേറ്റീവ്സ്. ഇപ്പോൾ കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് ആണ്. ഇതേപോലെ 6 ട്രിഗണോമെട്രി ഫംഗ്ഷനുകളുടെയും ഡെറിവേറ്റീവ്സ് നമ്മൾ ഫോമുലയായിട്ട് ഓർത്ത് വയ്ക്കുകയും വേണം. ഓക്കെ.